അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ 3 നമ്മളെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിലുള്ള മൂന്നാമത്തെ മൊഡ്യൂളാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അതിനകത്ത് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന്? ഹാർഡ്വെയർ റിസോഴ്സസുകളെ കൺട്രോൾ ചെയ്യുന്നവരാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഹാർഡ്വെയർ കോമ്പണന്റുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും തമ്മിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റർമീഡിയറി ആയിട്ട് ആര് വേണം? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഹാർഡ്വെയർ റിസോഴ്സസുകളെ മെമ്മറി ആയാലും പ്രോസസ്സർ ആയാലും സ്റ്റോറേജ് ഡിവൈസുകളായാലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായാലും ഇതിനെയൊക്കെ മാനേജ് ചെയ്യും. എന്തിനു വേണ്ടി? ആപ്ലിക്കേഷന് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യത്തിനനുസരിച്ച് അല്ലേ? അത് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് സിസ്റ്റത്തിനകത്തുള്ള സോഫ്റ്റ്വെയർ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ കോമ്പണന്റുകൾ ഉണ്ടാവും. അതിന്റെയൊക്കെ എക്സിക്യൂഷനെ ഒരുമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരേ ഇതിൽ അത് ഓരോന്നും നടന്നു പോകണം. അതാണ് മറ്റൊരു എസെൻഷ്യൽ സർവീസ് നമ്മൾ എന്തിനു പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും? എല്ലാ സോഫ്റ്റ്വെയറുകളും ഒരേപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഒരുമിച്ച് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി. അതൊരു കീ റോളാണ് ആരുടെ? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ കുറേ സർവീസുകളാണ് ഇത് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത്, നമുക്കല്ല. യൂസറിന് ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടൊരു കണക്ഷൻ ഇല്ല. യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവര് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ എന്താവില്ല? വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ പ്രോഗ്രാമുകളെ നമ്മൾ പ്രോസസ്സുകളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്രോസസ്സ് ആയിക്കൊള്ളണം എന്നില്ല ഒരു സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവാം, കുറേ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ കുറേ പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്യാം. ഏത് പ്രോസസ്സ് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ അതിന് അടുത്തത് ഏതാണെന്നൊക്കെയുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ മെമ്മറീനെ മാനേജ് ചെയ്യണം അല്ലേ? മെമ്മറിയിൽ എത്രത്തോളം മെമ്മറി യൂസ് ചെയ്തു നമ്മൾ. ഇനി ഇതിൽ കൂടുതൽ ഫയൽ സിസ്റ്റം, നമ്മളത് സേവ് ചെയ്യുന്ന ഫയലുകളെ എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ ഓരോ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യണം. ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ ഡിവൈസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? നമ്മൾ പ്രിന്റ് എന്നുള്ള ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് എന്തായിട്ടാണ് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത്? അതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? ആർക്കോ പ്രിന്റർ ആവശ്യമുണ്ട് എന്നൊരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കിട്ടും. അപ്പൊ സിസ്റ്റം പോയിട്ട് പ്രിന്ററിനോട് പറയും, പ്രിന്ററിന് മെസ്സേജ് കൊടുക്കും, അലേർട്ട് അല്ലേ? നമ്മളത് ഓണാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ഇട്ടിട്ടില്ലെങ്കിൽ ഇൻഡിക്കേഷൻ തരുന്നില്ലേ? നമ്മൾ പ്രിന്റ് ചെയ്യാൻ മെസ്സേജ് ഇതൊക്കെ കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തു, കോപ്പീൻ്റെ നമ്പർ ഓഫ് കോപ്പീസും ഒക്കെ കൊടുത്തു. പക്ഷെ അതിനകത്ത് പേപ്പർ ഇടാൻ മറന്നു പോയാൽ എന്ത് ചെയ്യും? അത് ഒരു എറർ മെസ്സേജ് കാണിച്ചു തരുന്നുണ്ട് അല്ലേ? അത് ആരാ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? അപ്പോൾ അതാ പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കൺട്രോളുകളും ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു വേർഡ് ഫയൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു PPT അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ എന്നാണ്. നിങ്ങൾ അതിനെ മാറ്റുന്നു. ആ പേര് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് ആ പേരൊന്ന് മാറ്റി സേവ് ചെയ്തു. വല്ല T1 എന്നോ T2 എന്നോ അങ്ങനെ ഓർക്കാൻ പറ്റാത്ത ഒരു പേര് കൊടുത്തു. അപ്പോൾ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് ടൈം അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? സോഫ്റ്റ്വെയർ അടിച്ച് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ നിങ്ങൾ തിരയുമ്പോൾ അങ്ങനെ ഒരു ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ല എന്നത് കാണിച്ചു തരും. ഒരു മെസ്സേജ് വരും നമുക്ക് അല്ലേ? അതുപോലെ നമ്മൾ സേവ് ചെയ്യാതെ നമ്മൾ വേർഡ് അല്ലെങ്കിൽ ഈ മറ്റേ പവർ പോയിന്റ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ഡു യു റിയലി വോണ്ട് ടു എക്സിറ്റ്? നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സേവ് ആൻഡ് എക്സിറ്റ് ആണോ ചെയ്യേണ്ടത് അല്ലേ?
ഡിസ്കാർഡ് ചെയ്യണോ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഡിവൈസുകളെ മാനേജ് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്കിംഗ് സർവീസസ്. ഒരു സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് ഇന്റർഫേസും നെറ്റ്വർക്ക് കണക്ഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്തോളും? മാനേജ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുണ്ട്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമല്ല ഫേംവെയറുകളുണ്ട്. ഞാൻ പറഞ്ഞു ഹാർഡ്വെയറുകളെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഓരോ ഹാർഡ്വെയർ കോമ്പണന്റിനെയും കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ഫേംവെയർസ്. ഇത് റിസൈഡ് ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? ഈ ഫേംവെയറുകൾ കിടക്കുന്നത് ഹാർഡ്വെയർ ഡിവൈസുകളിലാണ്. അതിനകത്ത് കിടന്നിട്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യും, അതിന്റെ ഓപ്പറേഷൻ. ഇനി യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഡിസ്കിനെ മാനേജ് ചെയ്യുക. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്കൻഡറി സ്റ്റോറേജിനെ മാനേജ് ചെയ്യുക, ബാക്കപ്പ് ചെയ്ത് വെക്കുക. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ സെക്യൂരിറ്റി ആവാം. ഡിവൈസുകൾ ഇപ്പോൾ പ്രിന്ററൊക്കെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് പ്രിന്ററൊക്കെ വേണമെങ്കിൽ എന്താവാം? ഹാക്ക് ചെയ്യപ്പെടാം, വേറെയുള്ളവർ യൂസ് ചെയ്തതെന്നൊക്കെ വരാം. അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മളെ സിസ്റ്റത്തിന് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അതിനുള്ളതാണ് എന്ത്? യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി പലതരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും മാനേജ് ചെയ്യുന്ന ആളാണ് ആര്? സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷനുകൾ. നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം തരുന്നതും ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഹാർഡ്വെയർ കോമ്പണന്റുകളെയും സോഫ്റ്റ്വെയർ കോമ്പണന്റുകളെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ സിസ്റ്റം റിസോഴ്സസുമായിട്ട് ഈ സോഫ്റ്റ്വെയറുകളെ ഇന്ററാക്ട് ചെയ്യാനുള്ള യൂണിഫോം ഇന്റർഫേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നിങ്ങൾക്കറിയാം, എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ 10, 11 അങ്ങനെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. മാക് OS, മോണ്ടററി, ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഉബുണ്ടു, ഫെഡോറ, സെൻഡ് OS ആൻഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതിനകത്ത് സിസ്റ്റത്തിന്റെ സ്പെല്ലിംഗ് തെറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് iOS, ആപ്പിളിന്റെ അല്ലേ, നിങ്ങൾക്കറിയാം ഐഫോണിൽ വരുന്നതാണ് iOS, ഗൂഗിളിന് ആണെങ്കിൽ ആൻഡ്രോയിഡ്. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഉണ്ടാവുക. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്വെയർ റിസോഴ്സുകൾ മാനേജ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾക്ക് പ്ലാറ്റ്ഫോം കൊടുക്കുന്നു റൺ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഹാർഡ്വെയർ കോമ്പണന്റുകളും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നടത്തി കൊടുക്കുന്നു, നിവർത്തിച്ചു കൊടുക്കുന്നു. പിന്നെ സിസ്റ്റം റിസോഴ്സസുമായിട്ട് സോഫ്റ്റ്വെയറിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഇന്റർഫേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ മീഡിയം. എക്സാമ്പിളുകൾ വിൻഡോസ്, മാക്കിൻടോഷ്, ലിനക്സ് എന്നൊക്കെ എഴുതാം, ആൻഡ്രോയിഡ്. ഇനി അടുത്താണ് ഡിവൈസ് ഡ്രൈവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്, എന്നാലും ഒന്നുകൂടി പറയാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ്വെയർ ഡിവൈസസുകൾ, പ്രിന്റർ, ഗ്രാഫിക് കാർഡുകൾ, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ്, സ്റ്റോറേജ് കൺട്രോളേഴ്സ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഹാർഡ്വെയർ ഡിവൈസസും നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈസ് ഡ്രൈവേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആപ്ലിക്കേഷൻ ഈ ഡിവൈസിന്റെ ഇതൊന്നും എന്തിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിവൈസിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാതെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഒരു ലെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അബ്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ് ചെയ്യാന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എന്തറിയേണ്ട? ഹാർഡ്വെയറിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ആ കോംപ്ലക്സിറ്റി മറച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ആളാണ് ആര്? ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇറ്റ് പ്രൊവൈഡ് എ ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഒരു ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ തരുന്നു. എന്തിന്? ആ ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്താ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസിനെ ഹാർഡ്വെയർ ഡിവൈസുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ? അതിന്റെ കോംപ്ലക്സിറ്റി അറിയാതെ. ഹാർഡ്വെയറിന്റെ കോംപ്ലക്സിറ്റിനെ പറ്റി ചിന്തിക്കേണ്ട. മനസ്സിലായോ? ഇനി ഹാർഡ്വെയർ ഫങ്ഷൻസിന് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഹാർഡ്വെയർ കോമ്പണന്റുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഹാർഡ്വെയർ കോമ്പണന്റുകളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും
എന്തിനെ ആക്സസ് ചെയ്യാൻ പറ്റണം? ഡിവൈസ് ഡ്രൈവറിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ആപ്ലിക്കേഷൻസിന് നമ്മൾ പ്രിന്ററിന് റിക്വസ്റ്റ് കൊടുത്താൽ പ്രിന്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാന്ന് പിന്നിൽ? ഡിവൈസ് ഡ്രൈവേഴ്സാ. അപ്പോൾ എക്സാമ്പിൾ ആണ് പ്രിന്റർ ഡിവൈസസ്, ഡിസ്പ്ലേ ഡ്രൈവേഴ്സ്. ഡിസ്പ്ലേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളെ GPUയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ ഈ വീഡിയോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്ക് ഇന്റർഫേസ് ഡ്രൈവേഴ്സ്. അത് നെറ്റ്വർക്കിന്റെ കണക്ഷനും അതിനകത്തുനിന്ന് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ഇന്റർഫേസ് ഡ്രൈവേഴ്സിന്റെ കൺട്രോൾ ഉണ്ടാവും അതിന്. അടുത്താണ് ഫേംവെയർ. ഫേംവെയർ refers to software that is embedded in hardware devices and controls their operation. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് എംബഡ് ചെയ്തിരിക്കുന്നത്, അത് സോഫ്റ്റ്വെയർ ആണ്. ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് എവിടെയാണ് കിടക്കുന്നത്? ഹാർഡ്വെയർ ഡിവൈസുകളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഹാർഡ്വെയറിന്റെ ഓപ്പറേഷനെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് സ്റ്റോർഡ് ഇൻ നോൺ വോളറ്റൈൽ മെമ്മറി വിത്തിൻ ദ ഡിവൈസ്. ഡിവൈസുകളിൽ തന്നെയുള്ള ഒരു നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്തായിരുന്നു? റോം എന്ന് ആലോചിക്കുക. റോമിന്റെ പ്രത്യേകത എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അതിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും. അതാർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാവും, അത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും, അത് മാത്രമേ ചെയ്യൂ. അങ്ങനെയുള്ളതിനെയാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. അപ്പൊ ഈ നോൺ വോളറ്റൈൽ മെമ്മറിക്ക് അകത്തായിരിക്കും ആര് കിടക്കുന്നത്? ഫേംവെയർ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ ഫേംവെയർ ഉണ്ടാവും. നോൺ വോളറ്റൈൽ മെമ്മറിയാണ് ഡിവൈസിന്റെ അകത്ത് ഉണ്ടാവുക. ഇനി റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യലൈസിങ് ഹാർഡ്വെയർ കോമ്പണൻസ് ഡ്യൂറിങ് സ്റ്റാർട്ടപ്പ്. സിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും തട്ടി റെഡിയാക്കി നിർത്തണം. എല്ലാ ഹാർഡ്വെയർ കോമ്പണന്റുകളോടും പറയണം സിസ്റ്റം ഇസ് ബൂട്ടിംഗ് അപ്പ്, അല്ലേ? അപ്പോൾ ഇനി റെഡി ആയിരുന്നോളൂ, നിങ്ങൾക്കുള്ള പണി വരുന്നു എന്ന് ഇനീഷ്യലൈസ് ചെയ്യുക. അതിനാന്ന് പറയുന്നത് എന്ത്? ഇനീഷ്യലൈസ് ചെയ്യുക. ഒരു പണി, ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടി അതിനെ റെഡിയാക്കുക. അതുപോലെ തന്നെ അവരെ ഓപ്പറേഷൻ സിസ്റ്റത്തിന്റെ മൊത്തം ലൈഫ് സൈക്കിൾ, സിസ്റ്റം ഓണായി ഓഫ് ആവുന്നവരെ അതിന്റെ എല്ലാ ഇതും എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? അപ്പോൾ അതിനുള്ള എക്സാമ്പിളുകളാണ് ഈ ഫേംവെയറിന്റെ എക്സാമ്പിളാണ് ബയോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. UEFI, ഫേംവെയർ ഫോർ നെറ്റ്വർക്ക് റൂട്ടേഴ്സ്, ഫേംവെയർ ഫോർ പെരിഫറൽസ്. ബയോസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിനാണ്. യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് ആണ് UEFI. പിന്നെ നെറ്റ്വർക്ക് റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വഴി പറഞ്ഞു കൊടുക്കുന്ന ആള്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തതാണ്. അപ്പൊ അതിന് ഒരു ഡേറ്റേനെ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് സെൻഡ് ചെയ്യണം എന്നുള്ള പാത്ത് പറഞ്ഞു കൊടുക്കുക. അതിനാണ് റൂട്ട്. അതിനുള്ള ഡിവൈസ് ആണ് റൂട്ടർ. അതിനൊക്കെ എന്ത് വേണം? ഈ ഫേംവെയർ ആവശ്യമാണ്. ഇനി അടുത്താണ് സിസ്റ്റം യൂട്ടിലിറ്റി. സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ പെർഫോമൻസ്, സെക്യൂരിറ്റി, അതുപോലെ അതിനെ മെയിൻ്റനൻസ്, ഇതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുകയും അതുപോലെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളും ടൂളുകളുമാണ് എന്ത്? സിസ്റ്റം യൂട്ടിലിറ്റീസ്. ഇവരും എന്തുതന്നെയാണ്? സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. ഇത് ചെയ്യുന്നത് എന്താണ്? സിസ്റ്റത്തിന്റെ പെർഫോമൻസ്, സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി, ഇതിന്റെ മെയിൻ്റനൻസ്, ഇതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനും സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് എന്താണോ അത് കൊടുക്കുക. അപ്പോൾ കോമൺ സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഡിസ്ക് മാനേജ്മെന്റ് ടൂളാണ്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് ഡിസ്കുകളെ എങ്ങനെ പാർട്ടീഷൻ ചെയ്യണം? നമ്മൾ പാർട്ടീഷൻ ചെയ്യാറുണ്ട്, ഈ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? അങ്ങനെ. അതുപോലെ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ റിമൂവ് ചെയ്ത് കളയുന്നത്. അതുപോലെ മാനേജിങ് സ്റ്റോറേജ് ഡിവൈസ്, ഇതൊക്കെയാണ് ഡിസ്ക് മാനേജ്മെന്റിൽ വരുന്നത്. മെമ്മറി മാനേജ്മെന്റ് തന്നെ. രണ്ടാമത്തേതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ. നിങ്ങൾക്ക് അറിയാം, അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നോട്ടൺ ആന്റിവൈറസ് ഒക്കെ നിങ്ങൾക്ക് ഫേമസ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ എന്താ ചെയ്യുക? സിസ്റ്റത്തിനകത്ത് നമ്മൾ അറിയാതെ ഒരു എന്താ പറയാ, മാൽവെയർ എന്ന് പറയും, വൈറസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളെ സിസ്റ്റത്തിന് ഡാമേജ് വരുത്തുന്ന സോഫ്റ്റ്വെയറുകൾ, അങ്ങനെയുള്ളതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുക. അതാണ് ആരുടെ പണി? ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളുടെ ജോലി. അതുപോലെ അതിന്റെ എക്സാമ്പിൾ ആണ് നോർട്ടൺ ആന്റിവൈറസ്. അതുപോലെ സെക്യൂരിറ്റി ത്രെട്ടുകൾ ഉണ്ടാവുക.
നമ്മൾ നെറ്റ്വർക്കൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളാണെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാം. ഈവ് ഡ്രോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്, മെത്തേഡുകളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാതിരിക്കുക, സിസ്റ്റത്തിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇനി ബാക്കപ്പ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഡാറ്റേനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കളയാതെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം പെട്ടു പോവാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അതിനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യാന്ന് പറയുന്നത്. അത് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത്? നമ്മളെ കയ്യിലുള്ള ഡാറ്റ. അതുകൊണ്ടാണ് ഡാറ്റ പ്രിസർവേഷൻ. പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു വെക്കുക. ഇനി സിസ്റ്റം ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞാൽ ഫോർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ്. ടാസ്ക് മാനേജർ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടാസ്ക് മാനേജറിന്റെ പണി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എല്ലാ പ്രോസസ്സുകളും എക്സിക്യൂട്ട് ആവുന്നുണ്ടോ, വെറുതെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് സിസ്റ്റം ഡയഗ്നോസ്റ്റിക് ടൂൾ. നിങ്ങൾ ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ സി ക്ലീനർ പോലെയുള്ള കുറേ ആപ്പുകളുണ്ട്. സിസ്റ്റത്തിന്റെ അകത്തുള്ള ആവശ്യമില്ലാത്ത ഫയലുകളെ, യൂസ് ചെയ്യാത്ത ഫയലിനെയൊക്കെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടും, സിസ്റ്റത്തിന്റെ സ്പീഡ് കൂടും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളെ മൊബൈൽ ഫോണുകളിൽ സി ക്ലീനർ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ വെർച്വൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, റിയൽ അല്ലാത്തത് അല്ലേ, ഇമാജിനറി. നമ്മൾ എന്ത് ചെയ്യാന്ന്, ഒരു സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ള പോലെ തോന്നിപ്പിക്കും. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ വെർച്വൽ എൻവയോൺമെന്റിനെയും എന്താ ഈ ഒരു ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഹാർഡ്വെയറിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഒരു ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ കൊടുക്കുന്നു. അതേപോലെ ഇവിടെയും ഒരു ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നത്, എഫിഷ്യന്റ് റിസോഴ്സ് അലൊക്കേഷനെയും ഐസൊലേഷൻ ബിറ്റ്വീൻ വെർച്വൽ കുറേ വെർച്വൽ എൻവയോൺമെന്റുകൾ ഉണ്ടാവാം അല്ലെ, കുറേ പ്രോസസ്സറുകൾ വർക്ക് ചെയ്യുന്ന പോലെ തോന്നണമല്ലോ, കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന പോലെ തോന്നണം. അപ്പൊ അവര് തമ്മിലൊക്കെ ഒരു പാർട്ടീഷൻ പോലെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഓരോ വെർച്വൽ മെഷീനിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കും. ഓരോരുത്തർക്കും തോന്നും ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ സ്വന്തം സിസ്റ്റം ആണ്, ഐ എം ദ ഓൺലി വൺ വർക്കിംഗ് വിത്ത് ദിസ് എന്ന് തോന്നും. അത്രയേ ഉള്ളൂ. അങ്ങനെ തോന്നുന്ന ഒരു ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വെർച്വൽ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിളുകളാണ് VMware, വെർച്വൽ ബോക്സ് ആൻഡ് KVM. ലിനക്സിൽ യൂസ് ചെയ്യുന്നതാണ് KVM. ഇതൊക്കെ നിങ്ങളിങ്ങനെ ജസ്റ്റ് പേരും കാര്യങ്ങളൊന്ന് പഠിച്ചു